നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളും ഇന്ത്യയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ഭരണത്തിൽ വന്നതു മുതൽ പല നേതാക്കളുമായി ഏറെ സൗഹൃദ ബന്ധമാണുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം മോദി കടന്നുപോയത് ഏറെ വേദനയിലൂടെയാണ്. ഡിസംബർ 31 മോദിയുടെ അമ്മ അന്തരിച്ച വാർത്തയാണ് ഏവരെയും തേടിയെത്തിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മോദിക്ക് ആശ്വാസവാക്കുകൾ നൽകിക്കൊണ്ട് നിരവധി പേരാണ് എത്തിയത്. ഇപ്പോഴിതാ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെന്നിന്റെ നിര്യാണത്തിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും അനുശോചനം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ കുടുംബത്തോടും രാജ്യത്തോടും അഗാധമായ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നതായി പ്രധാനമന്ത്രിക്ക് അയച്ച സന്ദേശത്തിൽ സൽമാൻ രാജാവും കിരീടാവകാശിയും പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെന്നിന്റെ നിര്യാണത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അനുശോചനം അറിയിച്ചു. 99ാമത്തെ വയസ്സിലാണ് പ്രധാനമന്ത്രിയുടെ അമ്മ ഹീരാബെൻ അന്തരിച്ചത്. വെള്ളിയാഴ്ച അഹമ്മദാബാദിലെ ആശുപത്രിയിൽ വെച്ചായിരുന്നു ഹീരാബെന്നിന്റെ അന്ത്യനിമിഷങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മ ഹീരാബെൻ മോദിയുടെ നിര്യാണത്തിൽ ഞങ്ങൾ അഗാധവും ഹൃദയംഗവുമായ അനുശോചനം അറിയിക്കുന്നു. ഈ സങ്കടകരമായ അവസരത്തിൽ പ്രധാനമന്ത്രിയുടെ കുടുംബത്തിനൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകൾ എന്ന് പ്രസിഡന്റ് ബൈഡൻ ട്വിറ്ററിൽ കുറിച്ചു. അതേസമയം ദരിദ്രരുടെ ക്ഷേമത്തിൽ ഉറച്ച തീരുമാനവും ശ്രദ്ധയും എങ്ങനെ നൽകാമെന്നതിന്റെ മാതൃകയാണ് തന്റെ അമ്മയെന്ന് മോദി പലപ്പോഴും പറഞ്ഞിരുന്നു. മോദിയുടെ അഭിപ്രായത്തിൽ അമ്മയ്ക്ക് മോദിയിലും അവർ പഠിപ്പിച്ച ആദർശങ്ങളിലും എന്നും വലിയ വിശ്വാസമുണ്ടായിരുന്നു. ജൂൺ 18 ഗുജറാത്തിലെ മെഹ്സാനയിലെ വിസ്ന നഗറിലാണ് ഹീരാബെൻ മോദി ജനിച്ചത്. ദാമോദർദാസ് മുൽചന്ദ് മോദി എന്ന കച്ചവടക്കാരനുമായി വിവാഹം. പ്രധാനമന്ത്രിയുടെ ഇളയ സഹോദരൻ പങ്കജ് മോദിക്കൊപ്പം ഗാന്ധിനഗറിലെ റെയ്സൺ ഗ്രാമത്തിലാണ് അവർ താമസിച്ചത്. നോട്ട് നിരോധനം നടപ്പാക്കാനുള്ള മകന്റെ തീരുമാനത്തെ പിന്തുണച്ച് ATMന് മുന്നിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് 2016 നവംബറിൽ ഹീരാബെൻ മോദി വാർത്തകളിൽ ഇടം നേടി. COVID-19 വാക്സിനേഷൻ സ്വീകരിച്ചതിന് ശേഷം വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടു. പലപ്പോഴും ഹീരാബെൻ മോദിയുടെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും മോദി ബ്ലോഗ് പോസ്റ്റുകളിൽ പരാമർശിച്ചിരുന്നു. ഒരു സന്യാസിയുടെ യാത്രയും നിസ്വാർത്ഥ കർമ്മയോഗിയുടെ പ്രതീകവും മൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ള ജീവിതവും ഉൾക്കൊള്ളുന്ന ആ ത്വം എനിക്ക് എൻ്റെ അമ്മയിൽ എപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു മോദി കുറിച്ചത്. മാതാവിന്റെ 100ാം ജന്മദിനത്തിൽ അമ്മയെ കണ്ടപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞിരുന്നു. അത് ഇപ്പോഴും ഓർക്കുന്നു. ബുദ്ധിയോടെ പ്രവർത്തിക്കുക, പരിശുദ്ധിയോടെ ജീവിതം നയിക്കുക എന്നായിരുന്നു അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത്. അമ്മയുമായുള്ള നരേന്ദ്രമോദിയുടെ ബന്ധം ഒരമ്മ മാത്രമുള്ള കാലാതീതവും അതിരുകളില്ലാത്തതുമായ സ്നേഹത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അമ്മയും മകനും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി തന്റെ അമ്മയെ കാണുന്ന ആ ചിത്രങ്ങൾ എല്ലായ്പ്പോഴും പാർട്ടി പരിധികൾക്കപ്പുറം സാധാരണക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ ജീവിതകഥയിൽ ഇന്ത്യയുടെ മാതൃശക്തിയുടെ തപസ്സും ത്യാഗവും സംഭാവനയും മോദി കണ്ടു. എൻ്റെ അമ്മ അസാധാരണവും ലളിതവുമാണ്. എല്ലാ അമ്മമാരെയും പോലെ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് എഴുതുമ്പോൾ നിങ്ങളിൽ പലരും അവരെക്കുറിച്ചുള്ള എൻ്റെ വിവരണവും ബന്ധപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് വായിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം അമ്മയുടെ മുഖം മനസ്സിൽ വന്നേക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.